പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. കേന്ദ്ര നയത്തിനെതിരെ കേരളത്തിന്റെ സമരം നാളെ. ഡൽഹി സമരത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിനെതിരെ കുറ്റപത്രം നിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രം സാമ്പത്തിക ഫെഡറലിസത്തെ തകർക്കുന്നുവെന്ന ആരോപണം. സമരം കേരളത്തിന്റെ അതിജീവനത്തിന് അനിവാര്യമാണെന്നും ആരെയും തോൽപ്പിക്കാനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാളെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ ജന്തർ മന്ദറിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിഷേധം. സവിശേഷമായ സാഹചര്യത്തിലാണ് ഡൽഹിയിലെ പ്രതിഷേധമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരാളെയും തോൽപ്പിക്കുക എന്ന ലക്ഷ്യം സമരത്തിനില്ല, അർഹതപ്പെട്ടത് നേടിയെടുക്കുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി. രാജ്യമാകെ കേരളത്തോടൊപ്പം അണിചേരുമെന്ന പ്രതീക്ഷ. ഡൽഹിയില് കേരളം ഒരു സവിശേഷമായ സമരമാണ് നടത്തുന്നത്. തോറ്റ് പിന്മാറുന്നതിന് പകരം അർഹതപ്പെട്ടത് നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനു പിന്നിൽ. BJP ഭരിക്കുന്ന 17 സംസ്ഥാനങ്ങളെ കേന്ദ്രം ലാളിക്കുന്നു. NDA ഇതര സർക്കാരുകളോട് പീഡനവും. കേന്ദ്രത്തിന്റേത് ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനം. പാർലമെന്റ്, രാഷ്ട്രപതി എന്നിവർ അംഗീകരിച്ച 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ എക്സിക്യൂട്ടീവ് തീരുമാനത്തിലൂടെ അട്ടിമറിച്ചുവെന്നും വിമർശനം. NDA ഇതര ഭരണമുള്ള 17ഇടത്ത് ലാളനയും മറ്റുള്ളിടങ്ങളിൽ പീഡനവും എന്നതാണ് സമീപനം. കേന്ദ്ര പദ്ധതികളായി ബ്രാൻഡ് ചെയ്തില്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ഞെരിക്കും എന്ന നിലപാടാണ് കേന്ദ്രത്തിനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗവർണറെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ വരുതിയിലാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും വിമർശനം. സാമ്രാജ്യത്വ കാലത്തെ റെസിഡന്റുമാരെ പോലെ ഗവർണർ പെരുമാറുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സാമ്രാജ്യത്വ കാലത്തെ റെസിഡന്റുമാരെ പോലെ പെരുമാറുകയാണ്. ഇതുമൂലം ഫെഡറലിസത്തെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാൻ നിയമ പോരാട്ടങ്ങളും ജനകീയ പോരാട്ടങ്ങളും വേണ്ടിവരുന്നു. കേന്ദ്രം ആവശ്യമായ ഘട്ടങ്ങളിൽ സഹായം ചെയ്തില്ലെന്ന് മാത്രമല്ല, തടസ്സങ്ങൾ സൃഷ്ടിക്കുക കൂടി ചെയ്തുവെന്നും അതിനോടെല്ലാമുള്ള പ്രതിഷേധമാണ് നാളത്തെ സമരമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ പ്രതിഷേധത്തെ പിന്തുണച്ച കർണാടക കോൺഗ്രസിന് മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു. 24 ഡൽഹി. കേന്ദ്ര സർക്കാരിന് എതിരായ കേരള സർക്കാരിന്റെ സമരത്തിൽ പ്രതികരണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സമാധാനപരമായി പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും ഗവർണർ പ്രതികരിച്ചു. I said something about the affidavit which they had submitted in the Honorable High Court of Kerala. But this is a free country, democratic country. Everybody has a right. If they want to organize a protest, there is no problem as long as it is within the confines of law. No, it is peaceful, it is non-violent. Nobody can object to that. Today also CM ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന് എതിരായ സമരം പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തി പ്രകടനമാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഇന്ത്യ സഖ്യത്തിലെ ഭൂരിഭാഗം കക്ഷികളും സമരത്തിൽ പങ്കെടുക്കും. കോൺഗ്രസ് വിട്ടുനിൽക്കുന്നതിനെതിരെ LDF നേതാക്കൾ രൂക്ഷ വിമർശനം തുടർന്നു. സമരം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, NCP അധ്യക്ഷൻ ശരത് പവാർ, കപിൽ സിബൽ, ഫറൂഖ് അബ്ദുള്ള തുടങ്ങിയവരും DMK, RJD എന്നീ പാർട്ടികളുടെ പ്രതിനിധികളും പ്രതിഷേധത്തിന്റെ ഭാഗമാകും. സമരം ന്യായമായ ആവശ്യങ്ങൾക്കെന്നും വിട്ടുനിൽക്കാനുള്ള കോൺഗ്രസ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നും സർക്കാരിന് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് 24നോട് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമില്ല. ഇപ്പോൾ 2 വർഷം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളം നമ്മളോടൊരു ചിറ്റമ്മ നയമാണ് കാണിക്കുന്നത്. ഇന്ന് മറ്റു സംസ്ഥാനങ്ങൾ ഇത് അംഗീകരിച്ചിരിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോകണ്ടേ? നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ UGCയുടെ ഗ്രാൻറ്റുകളും UGC സഹായങ്ങളും ലഭിക്കണ്ടേ? എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് രമേശ് ചെന്നിത്തല തിരിച്ചടിച്ചു. ഇവിടെ ധനകാര്യ മാനേജ്മെന്റിൽ ഗവൺമെന്റ് ചെലുത്തിയ വൻ പരാജയം, അതാണ് ഇന്നിവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. സമരത്തിന് പിന്തുണയുമായി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ഇടത് സർവീസ് സംഘടനകൾ കേരള ഹൌസിൽ ബോർഡുകൾ സ്ഥാപിച്ചു. സമരത്തിന് പിന്തുണ തേടി എല്ലാ BJP, NDA ഇതര മുഖ്യമന്ത്രിമാർക്കും പിണറായി വിജയൻ കത്തയച്ചിരുന്നു. എന്നാൽ ദേശീയ ഇടതൈക്യത്തിന്റെ ഭാഗമായ CPIML, RSP, ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികളെ പ്രതിഷേധത്തിനായി ക്ഷണിച്ചിട്ടില്ല. 24 ഡൽഹി. കേന്ദ്ര സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ പ്രതിഷേധിച്ച് കർണാടക സർക്കാർ. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. കർണാടക ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നുവെന്ന് സിദ്ധരാമയ്യ കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിന് എതിരായ കേരളത്തിന്റെ സമരത്തിന് പൂർണ്ണ പിന്തുണയെന്ന് കോൺഗ്രസ് കർണാടക ഘടകം അറിയിച്ചു. കോൺഗ്രസ് അധികാരത്തിൽ വന്നതിനു പിന്നാലെ സംസ്ഥാനം കടുത്ത അവഗണന നേരിടുന്നുവെന്നാണ് കർണാടക സർക്കാരിന്റെ പരാതി. നികുതി വീതം കേന്ദ്രം ന്യായമായി നൽകുന്നില്ലെന്നാരോപിച്ചാണ് കർണാടക സർക്കാരിന്റെ ഡൽഹിയിലെ സമരം.
സംസ്ഥാനം കേന്ദ്രത്തിന് നൽകുന്ന നികുതി വിഹിതത്തിന് അർഹമായ തുക തിരികെ ലഭിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആരോപിച്ചു. കർണാടകയെ പ്രതിനിധീകരിക്കുന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് കൂടി പ്രവർത്തിക്കണമെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. We are asking for our rights. It is purely our right. Whatever the percentage we are supposed to get, we are getting only 13%. We don't let some other states also be benefited. I don't mind. തങ്ങളോട് ചെയ്യുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തേണ്ടത് തങ്ങളുടെ കടമയാണെന്നും നേതാക്കൾ പ്രതികരിച്ചു. ഡൽഹി ജന്തർ മന്ദറിലെ സമരത്തിൽ ഭരണകക്ഷി MPമാരും MLAമാരും MLCമാരും പങ്കെടുത്തു. 24 ഡൽഹി. മാസപ്പടി വിവാദത്തിൽ പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം മരവിപ്പിക്കണം എന്ന ആവശ്യം കോടതി തള്ളി. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക്കും KSIDCക്ക് ഓഹരിയുള്ള CMRL കമ്പനിയും തമ്മിലുള്ള വിവാദ ഇടപാടാണ് SFIO അന്വേഷിക്കുന്നത്. CMRLന് പിന്നാലെ തിരുവനന്തപുരത്തെ KSIDCയിലും SFIO സംഘം ഇന്ന് പരിശോധന നടത്തി. SFIO സംഘം തിരുവനന്തപുരം KSIDCയിൽ റെയ്ഡ് തുടങ്ങിയതിന് പിന്നാലെയാണ് നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് KSIDC ഹൈക്കോടതിയെ സമീപിച്ചത്. തങ്ങൾക്ക് മുൻകൂർ അറിയിപ്പ് ലഭിച്ചിരുന്നില്ലെന്നും ഇങ്ങനെയൊരു അന്വേഷണത്തിന് ഉത്തരവിറങ്ങിയ കാര്യം അറിയില്ലെന്നും KSIDC ചൂണ്ടിക്കാട്ടി. കോർപ്പറേറ്റ് മന്ത്രാലയം ആവശ്യപ്പെട്ട രേഖകൾ നൽകാമെന്നും കുറച്ചു സമയം കൂടി വേണമെന്നും KSIDC വ്യക്തമാക്കി. വിഷയത്തിൽ എന്തെങ്കിലും ഒളിച്ചു കളിക്കാനുണ്ടോ എന്ന് KSIDCയോട് ചോദിച്ച ഹൈക്കോടതി ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭയക്കുന്നതെന്നും ആരാഞ്ഞു. പിന്നാലെ SFIO അന്വേഷണത്തിന് സ്റ്റേ വേണമെന്ന KSIDC ആവശ്യം കോടതി തള്ളി. ഇതിനിടെ CMRLലെ പരിശോധനയ്ക്ക് പിന്നാലെ SFIO സംഘം ഇന്ന് തിരുവനന്തപുരത്ത് KSIDCയിലും റെയ്ഡ് നടത്തി. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സംഘമാണ് പരിശോധന നടത്തിയത്. നേരത്തെ CMRLുമായി ബന്ധപ്പെട്ട ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുകൾ SFIOയ്ക്ക് ലഭിച്ചതായി വിവരം പുറത്തു വന്നിരുന്നു. ശ്രീകാന്ത്, 24 കൊച്ചി. വരുന്നൊരു വാർത്തയിലേക്കാണ്. KSRTC CMD സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. ഗതാഗത സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിലും ബിജു പ്രഭാകർ അതൃപ്തി അറിയിച്ചു. ഗതാഗത മന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് നീക്കമെന്നാണ് സൂചന. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, വിവരങ്ങൾ. പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയായി KB ഗണേഷ് കുമാർ അധികാരത്തിലെത്തിയതിനു ശേഷം CMD, അതായത് KSRTCയിലെ CMDയും അതുപോലെ തന്നെ ഗതാഗത വകുപ്പിന്റെ സെക്രട്ടറി കൂടിയായ ബിജു പ്രഭാകറും ഒപ്പം മന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വാരസ്യങ്ങളും വകുപ്പിനുള്ളിലും KSRTCക്കുള്ളിലും തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് വേണം കണക്കാക്കാൻ. നേരത്തെ തന്നെ ബിജു പ്രഭാകർ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തതാണ്. അത് കഴിഞ്ഞ ആഴ്ച തന്നെ അദ്ദേഹം ഈ സ്ഥാനം ഒഴിയുന്നതിനുള്ള സൂചനകൾ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾക്ക് അദ്ദേഹം അങ്ങനെ ഒരു സൂചന കൈമാറിയിരുന്നു. അതിൽ ഒരു വ്യക്തത വരുത്തുന്നു ബിജു പ്രഭാകർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്നെ KSRTC CMD സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹത്തിന് ഈ വകുപ്പിന്റെ, അതായത് ഗതാഗത വകുപ്പിന്റെ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരുന്നതിലും അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ തീരുമാനം ഈ ഗതാഗത മന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നുള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഗതാഗത മന്ത്രി ആന്റണി രാജു ആ സ്ഥാനത്ത് ഇരുന്നപ്പോഴും അദ്ദേഹം KSRTCയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ KSRTCക്ക് ആവശ്യത്തിനുള്ള ഈ പ്രധാനപ്പെട്ട നടപടികൾ, പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഒരു അലംഭാവം ഉണ്ടാകുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ കരുതി അദ്ദേഹം ആ സമയത്ത് തന്നെ തന്റെ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിയണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹം അന്ന് സമാനമായി തന്നെ ആവശ്യം ഉയർത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പുതിയ ഗതാഗത മന്ത്രി വന്നതിന് ശേഷവും ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞൊരു വിവാദം KSRTCയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറയുകയും അതങ്ങനെയല്ല എന്നുള്ളതിന്റെ തെളിവുകളടക്കം പുറത്ത് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുകയും ചെയ്തത് വലിയ ക്ഷീണമായി. ഇതൊക്കെ KSRTCക്കുള്ളിൽ വലിയ പുകച്ചിലായി നിലനിന്നിരുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ അദ്ദേഹം ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. തന്നെ KSRTCയുടെ CMD സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ അനുവദിക്കണം എന്ന ആവശ്യം ഉന്നയിച്ച് അദ്ദേഹം കത്ത് നൽകിയിരിക്കുകയാണ് ചീഫ് സെക്രട്ടറിക്ക്. ഉന്മേഷ്. അലക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിന് വീണ്ടും ED നോട്ടീസ്. ചൊവ്വാഴ്ച കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ED സമൻസ് ചോദ്യം ചെയ്ത് TM തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ട് ED നേരത്തെ സമൻസ് നൽകിയെങ്കിലും തോമസ് ഐസക് എത്തിയിരുന്നില്ല. EDയുടെ നടപടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് വിരുദ്ധം എന്നാണ് ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ വാദം.
മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കോടതിയുടെ സമൻസ്. ഈ മാസം 17-ന് റോസ് അവന്യൂ കോടതിയിൽ നേരിട്ട് ഹാജരാകണം. കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. ഡൽഹി റോസ് അവന്യൂ കോടതിയിലെ അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ദിവ്യ മൽഹോത്രയാണ് അരവിന്ദ് കെജ്രിവാളിനോട് ഈ മാസം 17-ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. 5 തവണ ആവശ്യപ്പെട്ടിട്ടും കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. കെജ്രിവാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണെന്നും ഇഡി ഹർജിയിൽ ആരോപിക്കുന്നു. ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ അരവിന്ദ് കെജ്രിവാൾ ബാധ്യസ്ഥനാണെന്നും എന്നാൽ അക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചെന്നും കോടതി നിരീക്ഷിച്ചു. ഈ മാസം 17-ന് കെജ്രിവാളിന്റെ വിശദീകരണം കേട്ട ശേഷമാകും കോടതി അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുക. കോടതി ഉത്തരവ് പഠിച്ച ശേഷം ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. ഇഡി രാഷ്ട്രീയമായി വേട്ടയാടുന്നുവെന്നും സമൻസ് നിയമപരമല്ലെന്നും ആരോപിച്ചാണ് കെജ്രിവാൾ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറിയത്. 24 ഡൽഹി. തിരുവനന്തപുരത്ത് PSC പരീക്ഷയിൽ ആൾമാറാട്ടത്തിന് ശ്രമിച്ച യുവാവിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന്. പരീക്ഷാ കേന്ദ്രത്തിന് വെളിയിൽ കാത്തുനിന്നയാൾക്കൊപ്പം ബൈക്കിൽ കയറിപ്പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. നേമം സ്വദേശിയായ ഉദ്യോഗാർത്ഥിക്ക് വേണ്ടിയാണ് ആൾമാറാട്ടത്തിന് ശ്രമിച്ചത്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിന്റെ മതിൽ ചാടിക്കടന്ന യുവാവ് പുറത്തു കാത്തുനിന്ന ആളോടൊപ്പം ബൈക്കിലാണ് കടന്നുകളഞ്ഞത്. നേമം സ്വദേശിയായ അമൽജിത്ത് എന്ന ഉദ്യോഗാർത്ഥിക്ക് വേണ്ടിയാണ് ഇയാൾ ആൾമാറാട്ടത്തിന് ശ്രമിച്ചത്. ബയോമെട്രിക് പരിശോധനയിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. PSC അധികൃതർ പിന്നാലെ പോയെങ്കിലും പിടികൂടാനായില്ല. യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് മെയിൻ പരീക്ഷയിലാണ് തട്ടിപ്പിനു ശ്രമം നടന്നത്. സംഭവത്തിനു പിന്നാലെ പൂജപ്പുര പോലീസ് യുവാവിനായി അന്വേഷണം ആരംഭിച്ചു. അമൽജിത്തിനെയും ചോദ്യം ചെയ്യും. PSC ആദ്യമായി ബയോമെട്രിക് പരിശോധന നടപ്പാക്കിയ പരീക്ഷയാണ് ഇന്നു നടന്നത്. ഇതറിയാതെയാകണം ആൾമാറാട്ടത്തിന് ശ്രമം നടന്നതെന്നാണ് പോലീസ് നിഗമനം. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിന് ഏക സിവിൽ കോഡും. ഏക സിവിൽ കോഡ് ബില്ലിന് ഉത്തരാഖണ്ഡ് നിയമസഭയുടെ അംഗീകാരം. ഇതോടെ രാജ്യത്ത് ഏക സിവിൽ കോഡ് പാസാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറി. സ്ത്രീകളോടുള്ള അവഗണന അവസാനിപ്പിക്കാനും എല്ലാവർക്കും തുല്യത ഉറപ്പാക്കാനും നിയമത്തിലൂടെ കഴിയുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പ്രതികരിച്ചു. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചാണ് സർക്കാർ ഏക സിവിൽ കോഡ് ബിൽ അവതരിപ്പിച്ചത്. BJPക്ക് ഭൂരിപക്ഷമുള്ള സഭ ബിൽ ശബ്ദ വോട്ടോടെ പാസാക്കി. ഗവർണർ ഒപ്പുവെക്കുന്നതോടെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാകും ഉത്തരാഖണ്ഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് ഉത്തരാഖണ്ഡിന്റെ സംഭാവന എന്നാണ് നിയമനിർമ്മാണത്തെക്കുറിച്ച് പുഷ്കർ സിംഗ് ധാമി പറഞ്ഞത്. उत्तराखंड की देवतुल्य जनता का धन्यवाद करना चाहता हूं कि उनके कारण से ही, उनके आशीर्वाद से ही, उनके समर्थन से ही और उन्होंने जो हमको सरकार में आने का मौका दिया उसके कारण से ही आज हम ये कानून बना पाए. समान नागरिक संहिता का जो एक्ट है, जो विधेयक है, उसको हम पारित कर पाए. ലിവിംഗ് ടുഗദറിനും വിവാഹമോചനത്തിനും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് ഉത്തരാഖണ്ഡ് ഏക സിവിൽ കോഡ്. വിവാഹം കഴിഞ്ഞ് 1 വർഷം വരെ വിവാഹമോചനമില്ല. വിവാഹമോചനം ജുഡീഷ്യൽ നടപടികളിലൂടെ മാത്രമാകും. ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാകും. ലംഘിച്ചാൽ 6 മാസം വരെ തടവും 25,000 രൂപ പിഴയും അല്ലെങ്കിൽ 2 കൂടിയോ ശിക്ഷ. വിവാഹ രജിസ്ട്രേഷനിൽ വീഴ്ച വരുത്തിയാൽ 20,000 രൂപ പിഴ ചുമത്തുമെന്നും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. നിയമം ഏത് മതത്തിൽപ്പെട്ട സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. ഉത്തരാഖണ്ഡ് മാതൃക BJP ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളും പിന്തുടരുമെന്നാണ് സൂചന. 24 ഡൽഹി. ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് വിഘടനവാദവും ഭീകരവാദവും വളർത്തിയത് കോൺഗ്രസ് ആണെന്ന് നരേന്ദ്രമോദി ആരോപിച്ചു. പിന്നാക്കക്ഷേമത്തിന്റെ പേരിൽ കോൺഗ്രസ് ഒഴുക്കുന്നത് മുതലക്കണ്ണീർ ആണെന്നും വിമർശനം. BJPക്ക് ഭരണത്തുടർച്ചയുണ്ടാകുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി മോദി ഗ്യാരണ്ടി പരാമർശം ആവർത്തിച്ചു. ऐसा बहुत कम मिलता है
लोकसभा में तो कभी कभी मिल जाता है, लेकिन आजकल वो दूसरी ड्यूटी पर है, तो मनोरंजन कम मिलता है. പിന്നാക്ക വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തുന്ന വാദങ്ങളെ പ്രധാനമന്ത്രി ഖണ്ഡിച്ചു. ജവഹർലാൽ നെഹ്റു സംവരണത്തിന് എതിരായിരുന്നു. അക്കാലത്ത് മുഖ്യമന്ത്രിമാർക്ക് എഴുതിയ കത്ത് കോൺഗ്രസിന്റെ പിന്നാക്ക വിരുദ്ധതയ്ക്ക് ഉദാഹരണമാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. और तब जाकर के मैं कहता हूं ये जन्मजात इसके विरोधी है. മോദി ഗ്യാരണ്ടിയെ ചോദ്യം ചെയ്യാനുള്ള ഒരടിസ്ഥാനാർഹതയും കോൺഗ്രസിനില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പോൾ അവരുടെ ശൈലിയിൽ ഇന്ത്യയിൽ കുടുംബാധിപത്യത്തിനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. മോദി 3.0 യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. हमारी सरकार का तीसरा टर्म दूर नहीं है. कुछ लोग इसे मोदी 3.0 कहते हैं. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഉത്തർപ്രദേശ് നിയമസഭയിൽ കാശി മധുര തർക്കങ്ങൾ പരാമർശിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. കൃഷ്ണൻ കൗരവരോട് 5 ഗ്രാമങ്ങളാണ് ചോദിച്ചതെങ്കിൽ ഇവിടെ ഹിന്ദു സമൂഹം 3 ഗ്രാമങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. അയോധ്യ, കാശി, മധുര എന്നിവയാണത്. അയോധ്യയെ അനീതിയിൽ നിന്ന് മോചിപ്പിച്ചെന്നും യോഗി ആദിത്യനാഥ് അവകാശപ്പെട്ടു. ഗ്യാൻവാബി പള്ളിത്തർക്കം ഉൾപ്പെടെ നിലനിൽക്കെയാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. अयोध्या कुत्सित मनसा के लिए अभिषिक्त थी, एक सुनियोजित तिरस्कार भी झेलती रही. लोक आस्था और जनभावनाओं के साथ ऐसा खिलवाड़ संभवतः दूसरी जगह देखने को नहीं मिला होगा. अयोध्या के साथ अन्याय हुआ, और महोदय जब मैं अन्याय की बात करता हूं, പവാറിന് പുതിയ NCP. ശരത് പവാർ വിഭാഗത്തിന് പുതിയ പേരനുവദിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് ചന്ദ്ര പവാർ എന്ന പേരാണ് കമ്മീഷൻ അംഗീകരിച്ചത്. അജിത് പവാർ വിഭാഗത്തെ യഥാർത്ഥ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയായി അംഗീകരിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഉത്തരവ് ഇറക്കിയിരുന്നു. അജിത് വിഭാഗത്തെ ഔദ്യോഗിക പാർട്ടിയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതോടെയാണ് ശരത് പവാറിന് സ്വന്തം പാർട്ടിക്ക് പുതിയ പേര് തേടേണ്ടി വന്നത്. പാർട്ടിക്കായി പേരുകൾ നിർദ്ദേശിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. തുടർന്ന് NCP ശരത് ചന്ദ്ര പവാർ, NCP ശരത് റാവു പവാർ, NCP ശരത് പവാർ എന്നീ 3 പേരുകൾ സമർപ്പിച്ചു. ഇതിൽ നിന്നും NCP ശരത് ചന്ദ്ര പവാർ എന്ന പേര് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. പാർട്ടി ചിഹ്നമായ ഘടികാരം നഷ്ടപ്പെട്ടതോടെ പുതിയ ചിഹ്നത്തിനായി 4 നിർദ്ദേശങ്ങൾ ശരത് പവാർ വിഭാഗം സമർപ്പിച്ചിട്ടുണ്ട്. ചായക്കപ്പ്, സൂര്യകാന്തി, ഉദയസൂര്യൻ, ആൽമരം എന്നീ ചിഹ്നങ്ങളാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കും. ഫെബ്രുവരി 27 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ പേരിലും ചിഹ്നത്തിലുമാകും ശരത് പവാർ വിഭാഗം മത്സരിക്കുക. നിയമസഭയിലെ ഭൂരിഭാഗം പാർട്ടി MLA-മാരും അജിത് പവാറിനൊപ്പം എന്നത് കണക്കിലെടുത്താണ് പാർട്ടി പേരും ചിഹ്നവും അദ്ദേഹത്തിന് നൽകാൻ കമ്മീഷൻ തീരുമാനമെടുത്തത്. 24 ഡൽഹി. തൃശൂർ അതിരപ്പള്ളിയിൽ 2 ഇടങ്ങളിൽ കാട്ടാന ആക്രമണം. അമ്പലപ്പാറയിൽ കോയമ്പത്തൂർ സ്വദേശികളായ ദമ്പതികളാണ് ആനയ്ക്ക് മുന്നിൽപ്പെട്ടത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സുരേഷ്, സെൽവി എന്നിവരെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തി. പരിക്കേറ്റ സെൽവിയെ വെറ്റിലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെ അങ്കമാലി അപ്പോളോ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. വൈകിട്ടോടെ മലക്കപ്പാറ റോപ്പ് മട്ടത്ത് ചായ കുടിക്കാനെത്തിയ യുവാവിനെയും കാട്ടാന ആക്രമിച്ചു. 35 വയസ്സുള്ള തിർദോസ് ഖാനാണ് പരിക്കേറ്റത്. സമീപത്ത് ഉണ്ടായിരുന്നവർ ഒച്ചവെച്ചതോടെ ആന പിന്തിരിഞ്ഞു. പ്രദേശത്ത് 30ഓളം ആനകളാണ് വിവിധ ഇടങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുള്ളത്. വനംവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്ന് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് തങ്കമ്മ വർഗീസ് വിമർശിച്ചു. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ഇറങ്ങി. സുരഭി കവലയിൽ പാലമറ്റം സുനിലിന്റെ ആടിനെ കടുവ കൊന്നു. കടുവയെ മൈക്ക് വെടിവെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെക്കുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്തു. കൂട് സ്ഥാപിക്കാമെന്ന ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയ ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇന്ന് രാവിലെ ആടിനെ കറക്കാൻ ചെന്നപ്പോഴാണ് ജഡം കണ്ടെത്തിയത്. ബാധി നിന്ന നിലയിലായിരുന്നു ജഡം. പ്രദേശത്തെത്തിയത് കടുവ തന്നെയെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. മേഖലയിൽ തിരച്ചിൽ തുടങ്ങി. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും നാട്ടുകാരും പ്രതിഷേധിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞായിരുന്നു പ്രതിഷേധം. പഞ്ചായത്തിന്റെ മിക്കവാറും ഭാഗങ്ങളിൽ പല ദിവസങ്ങളിലായിട്ട് കടുവയെ കാണുന്നുണ്ട്. ജില്ലയുടെ ഭരണാധികാരി അടക്കമുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ഇത് നിലവിൽ ഇതിനൊരു പരിഹാരമായി ഉണ്ടായെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ ഉപരോധിക്കുകയാണ്.
ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഈ ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടില്ല. കഴിഞ്ഞ ദിവസം താന്നിത്തെരുവിൽ ശോശാമയുടെ പശുവിനെ കടുവ കൊന്നിരുന്നു. മുള്ളംകൊല്ലി, പാടിച്ചിറ, സീതാമൗണ്ട്, ചാമപ്പാറ തുടങ്ങി പുൽപ്പള്ളിയോട് ചേർന്ന് കിടക്കുന്ന പല പ്രദേശങ്ങളിലും കടുവയെ കണ്ടിട്ടുണ്ട്. ഇത് ഒരു കടുവ തന്നെയെന്നാണ് സ്ഥിരീകരണം. 24 വയനാട്. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകി. കേന്ദ്ര നിയമങ്ങൾ മൂലം അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെക്കാൻ കഴിയുന്നില്ല. വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ മാറ്റം വേണം എന്നാണ് ആവശ്യം. വിവരങ്ങളുമായി A.V. ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, വിവരങ്ങൾ. കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണമെന്നാണ് കേന്ദ്ര വനം മന്ത്രാലയത്തിനെ നിലവിൽ സംസ്ഥാന വനം മന്ത്രി അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര നിയമങ്ങൾ മൂലം കാട്ടുപന്നികളെ വെടിവെക്കാനാകുന്നില്ല. നിലവിൽ പഞ്ചായത്തുകൾക്ക് ഇത്തരത്തിൽ അപകടകാരികളായ കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നാണ് മന്ത്രിയുടെ നിവേദനത്തിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ മാറ്റം വരുത്തണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ നിന്ന് ജനവാസ മേഖലകളെ മാറ്റണം. പെരിയാർ ടൈഗർ റിസർവിൽ നിന്ന് പാമ്പാലി സെറ്റിൽമെന്റുകളെയും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും മന്ത്രിയെ കണ്ടത് വനം മന്ത്രിയും റവന്യൂ മന്ത്രി കെ രാജനും കൂടിയാണ്. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട ആവശ്യം കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണമെന്നും വനം നിയമത്തിൽ, വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ മാറ്റം വരുത്തണമെന്നും തന്നെയാണ്. കാരണം മനുഷ്യമൃഗ സംഘർഷം അടക്കം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഫണ്ട് കൂടുതൽ വേണമെന്നും ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വളരെ നിർണായകമായ കേരളത്തിലെ നിലവിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന നിവേദനമാണ് കേന്ദ്രത്തിനായി സമർപ്പിച്ചിരിക്കുന്നത്. ശരി, A.V. ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന്. മലപ്പുറം പാണ്ടിക്കാട് അരിക്കണ്ടംപാക്കിൽ കടയിലേക്ക് പാഞ്ഞു കയറിയ കാട്ടുപന്നികളെ വനംവകുപ്പ് എത്തി കൊന്നു. ഇന്ന് രാവിലെ 10:30യോടെയാണ് കാട്ടുപന്നിക്കൂട്ടം അരിക്കണ്ടംപാക്കിലെ ബേക്കറിയിലേക്ക് പാഞ്ഞു കയറിയത്. നിരവധി കടകളുള്ള കെട്ടിടത്തിൽ മണിക്കൂറുകൾ പന്നിക്കൂട്ടം തുടർന്നു. പന്നികളെ പുറത്തിറക്കാൻ പോലീസും വനംവകുപ്പും നാട്ടുകാരും ശ്രമിച്ചെങ്കിൽ നടന്നില്ല. തുടർന്ന് ഉച്ചയോടെ 10 കാട്ടുപന്നികളെയും വെടിവെച്ചു കൊന്നു. റോഡിൽ നിർത്തിയിട്ട 3 വാഹനങ്ങൾ പന്നികൾ കുത്തി നശിപ്പിച്ചു. തണ്ണീർക്കൊമ്പന് പിന്നാലെ വയനാട്ടിൽ കർണാടകയുടെ റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരാന കൂടി. വയനാട് സൗത്തിലെ പാതിരി വനമേഖലയിൽ ആനയെ വനംവകുപ്പ് നിരീക്ഷിക്കുകയാണ്. തണ്ണീർക്കൊമ്പന്റെ വിവരങ്ങൾ കൃത്യസമയത്ത് കർണാടക വനംവകുപ്പ് ലഭ്യമാക്കിയില്ലെന്ന് ഉത്തരമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KS ദീപ പറഞ്ഞു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ആനയെ മൈക്ക് വെടിവെച്ചതെന്നും അവർ വ്യക്തമാക്കി. കർണാടകയുടെ റേഡിയോ കോളർ ഘടിപ്പിച്ച മോഴ ആനയാണ് വയനാടിന്റെ വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ എത്തിയിട്ടുള്ളത്. മുത്തങ്ങയിലാണ് ഈ ആനയെ ആദ്യം കണ്ടത്. ഇപ്പോൾ സൗത്ത് വയനാട് ഡിവിഷനിലെ പാതിരി മേഖലയിൽ ഉണ്ട് എന്നാണ് വിവരം. ആനയെ ട്രാക്ക് ചെയ്യാൻ വനംവകുപ്പ് ശ്രമം തുടരുകയാണ്. തണ്ണീർക്കൊമ്പന്റെ റേഡിയോ കോളർ വിവരങ്ങൾ കർണാടക ലഭ്യമാക്കിയത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ദിവസം രാവിലെയാണ്. അവിചാരിതമായാണ് ആന ഈ പ്രദേശത്തെത്തിയതെന്നും നോർത്തേൺ CCF വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും വനംവകുപ്പിന് ലഭിച്ചിരുന്നില്ല. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് മയക്കുവെടി വെച്ചത്. ആനയെ അവിടെ നിന്ന് ഇനി റീലൊക്കേറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ അതേ വഴി ഓടിച്ച് തിരിച്ച് ആ പാത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് പൂർണ്ണമായി ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിനെ മയക്കുവെടി വെച്ച് അതിനെ വീണ്ടും റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബന്ദിപ്പൂർ റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടത്തിന് മുമ്പും ശേഷവും ഫോട്ടോ എടുത്തത് ഡോക്യുമെന്റേഷന്റെ ഭാഗമായാണ്. കർണാടക വനംവകുപ്പ് ഔദ്യോഗികമായി എടുത്ത ഫോട്ടോ എങ്ങനെയാണ് ചോർന്നതെന്ന് അറിയില്ലെന്നും KS ദീപ പറഞ്ഞു. അതേസമയം തണ്ണീർക്കൊമ്പന്റെ മരണവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ വിദഗ്ധ സമിതി മാനന്തവാടിയിലെത്തി തെളിവെടുപ്പ് തുടങ്ങി. സമിതി അധ്യക്ഷൻ ഈസ്റ്റേൺ സർക്കിൾ CCF K വിജയാനന്ദന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. 24 വയനാട്. പാകിസ്ഥാനിൽ നാളെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബലൂചിസ്ഥാനിൽ 2 സ്ഫോടനം. സ്ഥാനാർത്ഥികളുടെ ഓഫീസുകൾക്ക് സമീപത്തുണ്ടായ സ്ഫോടനങ്ങളിൽ 28 പേർ കൊല്ലപ്പെട്ടു, 42 പേർക്ക് പരിക്കേറ്റു. പിഷിൻ ജില്ലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 17 പേരാണ് കൊല്ലപ്പെട്ടത്. അഫ്ഗാൻ അതിർത്തിക്ക് സമീപമുള്ള ക്വില്ല സെയ്ഫുല്ലാഹ് ജില്ലയിലാണ് രണ്ടാമത്തെ സ്ഫോടനമുണ്ടായത്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിൽ തുടരവെ പാകിസ്ഥാൻ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ദേശീയ അസംബ്ലിയിലെ 266 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്നതോടെ സൈന്യം അതീവ ജാഗ്രതയിലാണ്. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് തെരഞ്ഞെടുപ്പ്. വിദേശത്തുനിന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മടങ്ങിയെത്തിയ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനു പുറമെ പ്രതിപക്ഷ നേതാവ് ബിലാവൽ ഭൂട്ടോ സർദാരിയും ശക്തമായ പ്രചാരണമാണ് നടത്തിയത്. ഇമ്രാൻഖാനെ ജയിലിൽ അടച്ചതിനു പിന്നാലെ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിക്ക് ക്രിക്കറ്റ് ബാറ്റ് എന്ന ചിഹ്നവും നഷ്ടമായി. ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിമാർ എല്ലാവരും ഇത്തവണ
സ്വതന്ത്രരായാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. $12,80,00,000 വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലെത്തും. 266 സീറ്റുകളിലേക്ക് 5000-ലേറെ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. 6,90,00,000 പുരുഷ വോട്ടർമാരും 5,90,00,000 സ്ത്രീ വോട്ടർമാരുമുണ്ട്. വോട്ടർമാരിൽ 44% യുവാക്കളാണ്. നിരവധി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്ത് സുരക്ഷ ശക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകൾ അനുവദിക്കുമെന്നും അന്താരാഷ്ട്ര കോൺക്ലേവ് സംഘടിപ്പിക്കും എന്നുമുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് അതൃപ്തി. നയപരമായ തീരുമാനമായിട്ട് പോലും കൂടിയാലോചന നടത്താത്തതിലാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന് പരാതി. വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപമാകാമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വിദേശത്ത് പഠിക്കാൻ പോകുന്നവർക്ക് ഇവിടെ സൗകര്യമൊരുക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ചോദിച്ചു. സുപ്രധാനമായ നയമാറ്റമായതിനാൽ ചർച്ച വേണമെന്നാണ് വകുപ്പിന്റെ നിലപാട്. കോൺക്ലേവ് നടത്തുന്നതിന്റെ ചുമതല ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നൽകാനുള്ള തീരുമാനവും ചെയർപേഴ്സണായ മന്ത്രി അറിഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട നയം പ്രഖ്യാപിക്കുമ്പോൾ വകുപ്പ് മന്ത്രിയുമായി ചർച്ച വേണം. നയപരമായ കാര്യങ്ങളെപ്പറ്റി മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്നായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഇപ്പം മറുപടി പറയേണ്ട ഒരു ബാധ്യത, നിങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്കുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. ധനകാര്യമന്ത്രി ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നയപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നടത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്ന നയസമീപനങ്ങൾ തീർച്ചയായിട്ടും അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ തീർച്ചയായും സ്റ്റേറ്റിൻ്റെ ശ്രദ്ധാപൂർവമുള്ള, ജാഗ്രതാപൂർവമുള്ള കരുതലോടുകൂടി തന്നെ കിട്ടാവുന്ന സാധ്യതകൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ധനമന്ത്രി KN ബാലഗോപാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറി. സ്വകാര്യ മൂലധനം ഉപയോഗിച്ച് കേരളത്തെ വളർത്തണമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പൊതുമൂലധനം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിനെയാണ് CPIM എതിർത്തത്. സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സാമൂഹ്യ നിയന്ത്രണത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മൂലധനത്തെ ഉപയോഗിക്കാവുന്നത് തന്നെയാണ് കാണുന്നത്. CPIM ഒരു കാലത്തും സ്വകാര്യ നിക്ഷേപത്തിന് എതിരല്ലെന്ന മുൻ മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. വിദേശ സർവകലാശാലകൾ വരുന്നത് തടയാൻ ആർക്കും കഴിയില്ലെന്നും മാറ്റം അനിവാര്യമെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. 15 വർഷം മുമ്പ് UDF സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ എതിർത്തവർ ഇപ്പോൾ അംഗീകരിക്കുന്നു എന്ന് പറയാൻ മടി എന്തിനെന്ന് രമേശ് ചെന്നിത്തല. 15 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നിക്ഷേപം വേണമെന്ന് പറഞ്ഞപ്പോൾ എതിർത്തവർ ഇപ്പോൾ അതിനെ അംഗീകരിക്കുന്നത് പറയാനുള്ള മടി എന്താണ്? വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണം വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ കച്ചവടവൽക്കരിക്കുമെന്ന AISF സംസ്ഥാന സെക്രട്ടറി P കബീർ പറഞ്ഞു. ഈ നയവുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും AISF. വിദേശ സർവകലാശാല പ്രഖ്യാപനത്തെ ABVP സ്വാഗതം ചെയ്തു. വിദേശ സർവകലാശാലകൾ വിദ്യാഭ്യാസ നിലവാരത്തിൽ കാതലായ മാറ്റമുണ്ടാക്കുമെന്ന ABVP വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. 24 തിരുവനന്തപുരം. ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ CBI അന്വേഷണം തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് കുടുംബം. മകൾക്ക് 4.5 മണിക്കൂറോളം ചികിത്സ ലഭിച്ചില്ലെന്നും സത്യം പുറത്തുവരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നും പിതാവ് മോഹൻദാസ് പറഞ്ഞു. നമുക്ക് കൊന്നുകളഞ്ഞതാ, അല്ലാതെ എല്ലാവരും കൂടി കൊന്നുകളഞ്ഞതാ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ സത്യനീതി ജയിക്കാൻ വേണ്ടി ചെയ്യുക. അത് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളൂ. മകളുടെ മരണത്തിൽ സംശയങ്ങളുണ്ടെന്ന് ഡോക്ടർ വന്ദനയുടെ പിതാവ് മോഹൻദാസ് ആരോപിക്കുന്നതിന് കാരണം FIRലെ പിഴവ് മുതൽ ചികിത്സ വൈകിയത് വരെയുള്ള കാര്യങ്ങളിലെ അവ്യക്തതയാണ്. സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. പോലീസ് രേഖകൾ തിരുത്തിയതും മകൾക്ക് 4.5 മണിക്കൂർ ചികിത്സ വൈകിയതും എന്തുകൊണ്ടെന്ന് അറിയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലെന്നും വന്ദനയുടെ പിതാവ്. അപ്പീൽ കൊടുക്കുന്നുണ്ട്. അത് അപ്പീൽ ഡിവിഷൻ ബെഞ്ചിലാണെങ്കിൽ തന്നെയും സത്യവും നീതിയും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. ഡിവിഷൻ ബെഞ്ചിൽ തന്നെ നമ്മുടെ അനുവദിച്ച് കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. കാരണം ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്ക് അറിയുവാനുള്ള ആഗ്രഹവും ലഭിക്കാനുള്ള നീതിയും കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം കോടതി തള്ളിയതോടെയാണ് സർക്കാരിനും പോലീസിനുമെതിരെ വന്ദനയുടെ പിതാവ് രംഗത്ത് വന്നത്. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും പിതാവ് മോഹൻദാസ് പറഞ്ഞു. മകളുടെ മരണത്തിന് പിന്നിൽ IMA നേതാക്കൾക്ക് പങ്കുണ്ടോ എന്ന് സംശയമുണ്ടെന്നും പിതാവ് ആരോപിച്ചു.
കഴിഞ്ഞ വർഷം മെയ് 10 രാത്രി പോലീസ് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്ന സന്ദീപിന്റെ കുത്തേറ്റാണ് ഡോക്ടർ വന്ദന മരിച്ചത്. അരുൺ രാജ്, 24 കൊല്ലം. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെയും നിലപാടിനെ ചൊല്ലി സംസ്ഥാനത്ത് JDS വീണ്ടും പിളർന്നു. മുതിർന്ന നേതാവ് ഡോക്ടർ എ നീലലോകിദാസൻ നാടാരുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ചേർന്ന യോഗമാണ് ഇരുവരെയും തള്ളിപ്പറഞ്ഞത്. RJDയുമായും സമാജ്വാദി പാർട്ടിയുമായും ലയന സാധ്യത ചർച്ച ചെയ്യാൻ യോഗം തീരുമാനിച്ചു. കേരളത്തിലെ നേതാക്കൾ പ്രസ്ഥാനത്തെയും പ്രവർത്തകരെയും ദയാവധത്തിന് വിട്ടുകൊടുക്കുന്നുവെന്ന് നീലലോകിദാസൻ നാടാർ വിമർശിച്ചു. ഈ മാസം 13-ന് തിരുവനന്തപുരത്ത് JDS സംസ്ഥാന നേതൃയോഗം ചേരാനിരിക്കെയാണ് മുതിർന്ന നേതാവ് എ ലോഹിതദാസിന്റെ നേതൃത്വത്തിൽ വിമതയോഗം കൊച്ചിയിൽ ചേർന്നത്. നേതൃത്വത്തിന്റെ നിലപാടുകളെ വിമർശിച്ച CK നാണുവിനെ പിന്തുണച്ച നേതാക്കളും കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തു. BJP വിരുദ്ധ ദേശീയ ബദൽ കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യം. നിലവിലെ നേതൃത്വം അതിന് തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിൽ RJD, സമാജ്വാദി പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്താനാണ് വിമതയോഗത്തിന്റെ തീരുമാനം. ഇതിനായി ഉപസമിതിയെ ചുമതലപ്പെടുത്തി. പാർട്ടിക്ക് സംസ്ഥാന കമ്മിറ്റി എന്നൊന്നില്ലെന്നും 13-ന് നടക്കുന്ന നേതൃയോഗത്തെക്കുറിച്ച് അറിയില്ലെന്നും നീലലോഹിതദാസ്. അത് അവരുമായി ചർച്ച ചെയ്ത് ആ സഹകരണത്തെ സംബന്ധിച്ച് മറ്റ് വിശദാംശങ്ങൾ തീരുമാനിക്കുന്നതിനാണ് ഒക്കെ. അതിനൊക്കെ കൂടെയാണ് ഈ 21 പേരെ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ലയന ആവശ്യമാണെങ്കിൽ ലയനം, അല്ലെങ്കിൽ വെറും ഒരു ഏകോപനം മാത്രമാണെങ്കിൽ അങ്ങനെ അത് അവരുമായുള്ള ചർച്ചകളിലൂടെ തീരുമാനിക്കപ്പെടും. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും കൃത്യമായ നിലപാടുകളെടുക്കുന്നില്ലെന്നും വിമർശനമുണ്ട്. പാർട്ടിയെയും പ്രവർത്തകരെയും ദയാവധത്തിന് വിട്ടുകൊടുക്കുകയാണ് ചില നേതാക്കൾ. ഇതിൽ നിന്ന് പാർട്ടിയെ മോചിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും നീലലോഹിതദാസ് പറഞ്ഞു. 24 കൊച്ചി. കേരളം ആവശ്യപ്പെടുന്ന അരിവിഹിതം നൽകാതെ കേന്ദ്രം നേരിട്ട് അരി നൽകുന്നത് രാഷ്ട്രീയ പകപോക്കലെന്ന് മന്ത്രി GR അനിൽ. അരിവിലയിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് മന്ത്രി 24നോട് പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ കടുത്ത അവഗണന നേരിട്ടു എന്ന ആരോപണവുമായി റേഷൻ വ്യാപാരികൾ രംഗത്തെത്തി. കേരളത്തിൽ അരിവില ഉയർന്നേക്കുമെന്ന സൂചനകൾക്കിടെ 29 രൂപ നിരക്കിൽ കേന്ദ്രം നേരിട്ട് സംസ്ഥാനത്ത് അരി വിതരണം നടത്തുന്നതിനെതിരെയാണ് മന്ത്രി GR അനിലിന്റെ പ്രതികരണം. കേരളം ആവശ്യപ്പെടുന്ന അരിവിഹിതം നൽകാതെ കേന്ദ്രം നേരിട്ടരി നൽകുന്നത് രാഷ്ട്രീയ പകപോക്കലാണെന്ന് മന്ത്രി. കേരളത്തിന്റെ ആവശ്യം അവഗണിക്കുമെന്ന് തോന്നിയാൽ കൂട്ടായ തീരുമാനമെടുക്കുമെന്നും മന്ത്രി GR അനിൽ. കേരളത്തിന്റെ പൊതുശബ്ദമായിട്ട് ഇത് ഉയർന്നു വരണം. കേരളം മാത്രമല്ല, കർണാടകയിലെ ഗവൺമെന്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം അവർ നൽകിയ വാഗ്ദാനമാണ് 10 രൂപയ്ക്ക് അരി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത്തരം ഗവൺമെൻറ്റുകളെ എങ്ങനെ ദുർബലമാക്കാം, എങ്ങനെ ആ ഗവൺമെൻറ്റുകൾക്കെതിരെ ജനങ്ങളെ തിരിച്ചുവിടാം, അതൊരു രാഷ്ട്രീയ പകപോക്കലാണ്. അത്തരം ഒരു നിലപാട് ഒരു ഗവൺമെൻറ് സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. സംസ്ഥാന ബജറ്റിൽ റേഷൻ വ്യാപാരികളെ സർക്കാർ അവഗണിച്ചെന്നാരോപിച്ച് റേഷൻ ഡീലേഴ്സ് അസോസിയേഷനും പ്രതിഷേധമറിയിച്ചു. നവകേരള സദസ്സിലുൾപ്പെടെ പരാതി നൽകിയിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി മുഹമ്മദ് അലി. ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഈ ബഡ്ജറ്റിലെങ്കിലും റേഷൻ വ്യാപാരികൾക്ക് എന്തെങ്കിലും നൽകുമെന്ന്. ഒന്നും നൽകാതെ റേഷൻ വ്യാപാരികളെ പാടെ അവഗണിച്ചു. ഈ നടപടിയിൽ ഓൾ കേരള റിട്ടയർ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ശക്തിയായി പ്രതിഷേധിക്കുകയാണ്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ റേഷൻ കടകൾ അടച്ചിട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്താനാണ് വ്യാപാരികളുടെ തീരുമാനം. ഈ മാസം 19-ന് റേഷൻ വ്യാപാരികളുടെ നേതൃത്വത്തിൽ യോഗം ചേരും. 24 കൊച്ചി. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3-ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ച മുസ്ലിം ലീഗ്. സീറ്റ് കോൺഗ്രസിന്റെ ഔദാര്യമല്ലെന്നും ലീഗിന്റെ അവകാശമാണെന്ന് KP മജീദ്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് പാലക്കാട് VK ശ്രീകണ്ഠനായി ഷാഫി പറമ്പിൽ MLA പ്രചാരണം തുടങ്ങി. സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്കെന്ന സൂചന നൽകി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഉപഭോഗത്തിന് 30% വൈദ്യുതി മാത്രമാണ് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഉപഭോക്താക്കൾ സ്വയം നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് മന്ത്രി. ഗോഡ്സെയെ പ്രകീർത്തിച്ച കോഴിക്കോട് NIT പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ പ്രതിഷേധം ശക്തമായി. അധ്യാപികയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DYFIയും യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും മാർച്ച് നടത്തി. പത്തനംതിട്ടയിലെ സഹകരണ ബാങ്കുകളിൽ വായ്പാ കുടിശ്ശിക വരുത്തിയ പാർട്ടി അംഗങ്ങളെ കണ്ടെത്താൻ CPM. തിരിച്ചടവ് മുടക്കിയവരുടെ ലിസ്റ്റ് കൈമാറാൻ ലോക്കൽ കമ്മിറ്റികൾക്ക് നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നടപടി. ഊട്ടിയിൽ മണ്ണിടിഞ്ഞ് നിർമ്മാണ തൊഴിലാളികളായ 6 സ്ത്രീകൾ മരിച്ചു, 4 പേർക്ക് പരുക്കേറ്റു. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.